അപ്പോൾ വിശ്വാസികളുടെ മുഖത്ത് നിന്ന് ആദ്യം പറഞ്ഞത് മറന്നു പോകരുത്. പർവ്വതത്തിന്റെ വലിപ്പത്തിന് പ്രകാശം പരത്തുന്ന എ ഗ്രേഡ്, ഈന്തപ്പന മരത്തിന്റെ വലിപ്പമുള്ള ബി ഗ്രേഡ്, ഒരാൾ പൊക്കമുള്ള സി ഗ്രേഡ്, തള്ളവിരലിന്റെ അടുക്കൽ മാത്രം എത്തുന്ന ഡി ഗ്രേഡ്. ഈ 4 വിഭാഗവും മുഅ്മിനീങ്ങളാണ്. അവരുടെ മുഖത്ത് ഈമാനിന്റെ പ്രകാശമാണ്. ആ പ്രകാശം ചോദിച്ചു വരുന്ന മുനാഫിഖീങ്ങള് നമ്മൾ പറയും പോയി പണി നോക്കടാ എന്ന്. പോയി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നിങ്ങൾ നവാസ് മന്നാനി ഉസ്താദിൻ്റെ പ്രഭാഷണം നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം ഈ സന്ദർഭത്തിൽ പറഞ്ഞത് വിശ്വാസികൾക്ക് അള്ളാഹു മഹ്ശറയിൽ പ്രത്യേക ഈമാനിൻ്റെ ഒരു പ്രകാശം കൊടുക്കുമെന്ന്. അത് ശരിയാണ്. വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശം കൊടുക്കും. ആ പ്രകാശമാണ് അവിടെ വിശ്വാസികൾക്ക് രക്ഷപ്പെടാനുള്ള വഴി. അപ്പോൾ ആ പ്രകാശത്തെ ചോദിച്ചുകൊണ്ട് മുനാഫിക്കുകൾ വരും. വിശ്വാസികളുടെ അടുക്കലേക്കാണ് മുനാഫിക്കുകൾ വരുന്നത്. ആ ഒരു പ്രകാശത്തെ ചോദിച്ചുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ, അവർക്ക് മുനാഫിക്കീങ്ങൾക്ക് ഇല്ലല്ലോ, പ്രകാശമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചു വരും. അപ്പോൾ ഈ മുനാഫിക്കുകളോട് മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ജനങ്ങൾ നിരാകരിക്കും, ആ പ്രകാശത്തെ കൊടുക്കുകയില്ല എന്നാണ് ഇതിൻ്റെ ശരിയായ രീതി. അവിടെ പറഞ്ഞ കാര്യം, അവിടെ നമ്മുടെ നവാസ് മന്നാനി ഉസ്താദ് പറഞ്ഞത്, ആ മുനാഫിക്കീങ്ങൾ നമ്മോട് ആ പ്രകാശത്തെ ചോദിച്ച് വരുമ്പോൾ നമ്മളത് നിരാകരിക്കും, അങ്ങോട്ട് കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ എന്നാണ് പറഞ്ഞത്. നമുക്കവിടെ ഉള്ള ആ പോയിൻ്റ് ആ നമ്മൾ എന്ന് പറഞ്ഞത് മാത്രമാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികളാണ്, നമ്മളവിടെ പ്രകാശിക്കുന്നവരാണ്, നല്ല പോലെ ഈമാനിൻ്റെ ഇതായിരിക്കുന്ന പ്രകാശം നമ്മളിലുണ്ട് എന്ന് നമ്മൾ തന്നെ സമ്മതിക്കുന്നു. അതിൻ്റെ അർഹത നമുക്ക് ഉണ്ടോ എന്നാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഈമാനിൻ്റെ വെളിച്ചം നല്ല പ്രകാശമുള്ളവരാണെന്ന് നമുക്ക് തന്നെ അവകാശപ്പെടാൻ സാധ്യമാണോ? അല്ലെങ്കിൽ ആ പ്രകാശമെങ്കിലും ചോദിച്ച് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാൻ എങ്കിലും നമുക്ക് അർഹതയുണ്ടോ എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു ഉറൂസിൻ്റെ ഇതായിരിക്കുന്ന ഒരു ഭീമാപ്പള്ളിയിൽ നടക്കുന്ന ഉറൂസ്, ആ ഉറൂസിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. അത് കണ്ടതിന് ശേഷം സംസാരിക്കാം. ബഹുമാനമുള്ളവരെ, ഈ വിശ്വാസം അവിടെ നിങ്ങൾ കണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത് നമ്മൾ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന കാര്യമാണോ? മുഅ്മിനീങ്ങൾ ചെയ്യുന്ന കാര്യമാണോ? എവിടെയെങ്കിലും മുഅ്മിനീങ്ങൾക്ക് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണുള്ള ചർച്ച. അപ്പോൾ ഇത്ര കാര്യങ്ങളെ ചെയ്യുന്നത് അവിടെ കാഫിരീങ്ങളും തലകെട്ട് കെട്ടിയതായിരിക്കുന്ന ജനങ്ങളും ഒന്നും അറിവില്ലാത്തതായിരിക്കുന്ന പാവങ്ങളും, അവർക്ക് അറിവില്ല. ആ അറിവ് ആരാണ് കൊടുക്കേണ്ടത്? നമുക്കിവിടെ ആദ്യം പറഞ്ഞു തന്ന നവാസ് മന്നാനിയാണ്, അതുപോലെയുള്ള പണ്ഡിതന്മാരാണ്.
അതുപോലെയുള്ള പണ്ഡിതന്മാർ ഇവിടെ വളർത്തിയെടുത്തിയത് തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഒന്നും അറിവില്ലാത്തവർക്ക് വേണ്ടിയാണ്, അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അവരുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ് പഠിപ്പിക്കേണ്ടത്? ഇവർ അള്ളാഹുവിനെയാണ് പഠിപ്പിക്കേണ്ടത്, അള്ളാഹുവിനെ ഇബാദത്തെടുക്കാനാണ് പഠിപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടെന്ന് പഠിപ്പിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ റസൂലാണെന്ന് പഠിപ്പിക്കാനാണ്. ഒരുപാട് അമ്പിയാക്കന്മാർ ഇവിടെ വന്നു പോയവരാണെന്ന് അവരുടെ ചരിത്രം പഠിപ്പിക്കാനാണ്. സ്വഹാബാക്കളുടെ ജീവിതം പഠിപ്പിക്കാനാണ്, അല്ലാതെ ഇത്ര ഉത്സവം ചെയ്യാനല്ല. അവിടെ മനസ്സിലാക്കണം, ഇത്ര ഉത്സവത്തെ ആരാണ് തുടങ്ങി കൊടുക്കുന്നത്? അവിടെ നിങ്ങൾക്ക് നവാസ് മന്നാനിയെ കാണാതിരിക്കാം, ഞാൻ കാണിക്കാം, ഇപ്പോൾ കണ്ടോളൂ. അനുഗ്രഹീത മസ്ജിദിന്റെ ചീഫ് ഇമാമുമായ ബഹുമാനപ്പെട്ട സയ്യിദ്, ബഹുമാനപ്പെട്ട മുത്തുകോയ തങ്ങൾ അൽ വാഫത്തി മഹാനവറുകളാണ് അല്ലേ. അള്ളാഹു അനുഗ്രഹിച്ച് നമുക്ക് കിട്ടിയത് സയ്യിദാണ്, ഒരു സയ്യിദാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ പറ്റുന്ന നിലയിൽ അള്ളാഹു തആല ഒരു ആദരവ് കൊടുത്ത ഒരു മഹാപണ്ഡിതനും നല്ല പ്രഭാഷകനും നല്ല ഒരു സയ്യിദും, അതിലുപരി എടുത്ത് ഭീമാപ്പള്ളി ഇമാമെന്ന് പറഞ്ഞ് ഇരുത്താൻ പറ്റിയ സാധനം അല്ലേ. നല്ല ആളുമുണ്ട്, മിമ്പർ വലുതാക്കി. അൽഹംദുലില്ലാഹ് ഭീമാപ്പള്ളിയിൽ ഉള്ള മിമ്പറിൽ തന്നെ ഇരിക്കുമ്പോ തന്നെ കാണാൻ ഒരു കൗതുകമുള്ള നല്ല ആള്, നല്ല ഒരു മനുഷ്യൻ, ഒത്തൊരു ശരീരമാണ് നമുക്ക് കിട്ടിയത്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. തങ്ങന്മാരല്ലേ സയ്യിദ്. ബഹുമാനമുള്ളവരെ, നവാസ് മന്നാനിയും അതുപോലെയുള്ള നൗഷാദ് ബാക്കവി പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങളെ, കുഫ്രിയത്തുള്ള ഒരുപാട് കാര്യങ്ങളെ കാഫിരീങ്ങളും അറിവില്ലാത്തവരും അറിവുണ്ടായിട്ട് പണത്തിൻ്റെ കൊതിക്ക് വേണ്ടിയും അവിടത്തുള്ള ജോലിക്ക് വേണ്ടിയും എല്ലാം മൊത്തം അവിടെ ചെയ്യുന്നത് കുഫ്രിയത്തുള്ള കാര്യമാണ്. അതിനെയാണ് നവാസ് മന്നാനിയെ പോലെയുള്ള അതുപോലെയുള്ള പണ്ഡിതന്മാർ, അതാണ് നിങ്ങൾ നവാസ് മന്നാനി അവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടത്. ആ സ്റ്റേജിൽ അദ്ദേഹം സംസാരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവരാണ്. ഈ നവാസ് മന്നാനി എന്നുള്ള മനുഷ്യൻ നമ്മുടെ നാട്ടിൽ വന്നതാണ്. ഞാൻ കരുതിയിരുന്നില്ല ഇത്തരം കാര്യങ്ങളിലേക്ക് ഇദ്ദേഹം പോകുന്നു എന്ന്. സത്യത്തിൽ ഞാൻ കരുതിയിരുന്നില്ല. ഇദ്ദേഹത്തെ നല്ല ഒരു ബഹുമാനമുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഈ വീഡിയോ കിട്ടിയത് ഇപ്പോഴാണ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇത്രയും ഒരു അധപ്പതിച്ചു പോയല്ലോ ഈ പണ്ഡിതന്മാർ എന്ന്. അവർക്ക് എന്താണ് വേണ്ടത്? അവരുടെ പോക്കറ്റ് മണിയാണ്, അത്രേ ഉള്ളൂ. ഇത് ഹറാമാണ്, തനിച്ച ഹറാമാണെന്ന് അവർക്കറിയാം. എങ്കിലും പാവങ്ങൾക്ക് അറിയില്ലല്ലോ. വിശ്വാസികൾ, ഇതുപോലെയുള്ള അന്ധവിശ്വാസികൾ കൂടുതലുള്ളത് കൊണ്ട് ഇവർക്ക് ആരെങ്കിലും ചോദിച്ചാൽ ഇവർക്ക് പറയാം അതെല്ലാം പയച്ചു പോയവരാണ്, അതെല്ലാം സലഫി മുജാഹിദുകളാണ് പറയുന്നത് എന്ന്. സലഫിയുമില്ല, മുജാഹിദുമില്ല, ഒന്നുമില്ല, ഒരു ലെവൽ നമുക്കില്ല. മനസ്സിലായോ? നമുക്കും കബറാളികളോട് ബഹുമാനമുണ്ട്, നമ്മളും സിയാറത്ത് ചെയ്യുന്നു. നമ്മളും ഇവർ സുബഹി നമസ്കരിച്ചതുപോലെ കുനൂത്ത് ഓതി നമസ്കരിക്കുന്നു. അതാണ് സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവർ. ഇവർ സുന്നത്തുമില്ല, ഇവർക്ക് മഹ്ശറിൽ വെളിച്ചവുമില്ല. ഉണ്ടെന്ന് കരുതുന്നോ? എങ്ങനെ ഉണ്ടാകും? അല്ലാഹു തആല നിഷേധിച്ചതായിരിക്കും. ഇത്ര ഉത്സവങ്ങൾക്ക് ഇവർ പ്രോത്സാഹനം ചെയ്യുന്നെങ്കിൽ ഇവർക്ക് വെളിച്ചമില്ല, വെളിച്ചമുണ്ടെന്ന് പറയാനുള്ള യോഗ്യത പോലും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എത്ര ആൾക്കാർ ദൂരത്തായോ അത്രയും നല്ലതാണ്. നമുക്ക് ദുനിയാവല്ല, മഹ്ശറയാണ് ശാശ്വതം. ഇവിടെ നീ എന്ത് കുന്ത്രാണം ചെയ്താലും, ഏത് രീതിയിൽ ജീവിച്ചാലും ഇവിടെ കഴിയുന്നതിന് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വിരോധവുമില്ല. അള്ളാഹു എല്ലാം സൗകര്യം ഇവിടെ ചെയ്തു തരും. ഒന്നും ചെയ്തവനും ചെയ്യാത്തവനും, അള്ളാഹു ഉണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും, അള്ളാഹുവിനെ തെറി പറയുന്നവനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്തുന്നവനും, എല്ലാവരും നല്ല 5 വക്ത് നമസ്കരിക്കുന്നവനും എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. അതല്ലെങ്കിൽ നല്ല സൗകര്യത്തോടു കൂടി ജീവിക്കുന്നു. ആരോടും അള്ളാഹു ദുനിയാവിൽ നിന്നെ നല്ല പോലെ നീ കരുതിയ രീതിയിൽ നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതാണ് റഹ്മാൻ. നമുക്ക് പരലോകത്ത് വേണോ? അള്ളാഹു സുബ്ഹാനഹു വതആല റഹീമായി നമുക്ക് നല്ല പോലെ നമ്മളെ ഇതായിരിക്കുന്ന നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ തിരഞ്ഞെടുത്ത് നമുക്ക് പ്രകാശം തരണോ? ഇത്ര നാറ്റപരിപാടിയിലേക്ക് പോകരുതേ. അവർ എന്താണ് പുറത്തു കൊണ്ടുപോകുന്നത്? ആ ഉത്സവത്തിൻ്റെ ഒരു സീൻ എന്നൊരു പ്രാവശ്യം ആവർത്തിച്ച് കണ്ടോളും. എന്താണ് അവർ നേർച്ച കൊണ്ടുപോകുന്നത്? അവിടെ സ്ത്രീയും പുരുഷനും എല്ലാം കൂടി
എല്ലാം മിക്സാണ്, അതിൽ എല്ലാ ജാതിക്കാരും മിക്സാണ്. എന്താണ് ഐക്യം, എന്താണ് ദീന്, എന്താണ് ഇസ്ലാമോ ഒന്നെങ്കിലും ഇവർക്കറിയാമോ? ഇവർ നല്ല ശുചായികളായി പുറത്തു വന്ന് മംഗലാപുരം ഭാഗത്ത് വന്ന് നല്ല പ്രഭാഷണം നടത്തുന്നു. എവിടെയെങ്കിലും ഇത്ര കാര്യങ്ങൾ ഇവർ കണ്ടിട്ടുണ്ടോ? കണ്ടാലും ഇവർ നിഷേധിക്കേണ്ടതല്ലേ? കണ്ടാലും ഇവർ അതിനെ തള്ളിപ്പറയേണ്ടതല്ലേ? ഇവർ തന്നെ അവിടെ പോയി ഉദ്ഘാടനം ചെയ്ത് നല്ല രീതിയിൽ എല്ലാ പണ്ഡിതന്മാരെ ഇരുത്തി നല്ല രീതിയിൽ റാഹത്തോടു കൂടെ ബിരിയാണി വേയിച്ച് കിട്ടുന്ന കാശ് പോക്കറ്റിലാക്കി വരും. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതൊന്നും നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞതല്ല, ഇത് ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമുക്ക് മൗസറയിൽ വെളിച്ചമുണ്ടെന്ന് പറയുന്നു. എവിടെ നിന്നാണ് വെളിച്ചം വരാം? വെളിച്ചം വരുമോ? ചിന്തിച്ച് നോക്കൂ. നവാസ് മന്നാനിയോട് നേരിട്ട് പറയുകയാണ്, ഒറ്റ മിനിറ്റ് ചിന്തിച്ച് നോക്കൂ. ഞാൻ ഒരു പണ്ഡിതനുമല്ല, ഒന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. എങ്കിലും നമുക്കെങ്കിലും ഏതാണ് നാറ്റം, ഏതാണ് ദുർഗന്ധം, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വലിയ കിതാബുകൾ, കെട്ടുകൾ തന്നെ നിങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾക്ക് ബോധമില്ലാതെ ആയിപ്പോയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.